بسم الله الرحمن الرحيم الحمد لله رب العالمين محمد رسول الله صلى الله عليه وسلم محمد رسول الله صلى الله عليه وسلم وخاتم الأنبياء أنزل الله عليه القرآن والقرآن كتاب الله ومعجزة النبي صلى الله عليه وسلم دعا النبي صلى الله عليه وسلم الناس إلى كلمة التوحيد فأخرجهم من طريق الضلالة إلى سبيل الهداية ومن ظلمات الكفر إلى نور الإيمان قال الله تعالى لقد كان لكم في رسول الله أسوة حسنة وقال نبينا محمد صلى الله عليه وسلم إنما بعثت لأتمم مكارم الأخلاق ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നോക്കൂ, കണ്ടോ? നഖറഉ വനഫ്ഹമു അൽ മുളാഫ വൽ മുളാഫ ഇലൈഹി. കണ്ടോ? നഖറഉ എന്നതാ? നമുക്ക് വായിക്കാം. ലെറ്റ് us read അല്ലേ? വനഫ്ഹമു എന്നതാ എൻ്റെ അർത്ഥം? ആൻഡ് അണ്ടർസ്റ്റാൻഡ് അല്ലേ? ലെറ്റ് us അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാം, ഗ്രഹിക്കാം. എന്തിന്? അൽ മുളാഫ, മുളാഫിനെ, വൽ മുളാഫ ഇലൈഹി, മുളാഫുൻ ഇലൈഹിയെയും അല്ലേ? ഇനി നോക്കൂ, അൽ മുളാഫു അൽ മുളാഫിലൈഹി, അൽ മുളാഫു അൽ മുളാഫിലൈഹി. കണ്ടോ? ഇത് നമ്മൾ വായിച്ച ഫുള്ള് ഇതിലുണ്ടോ? ഇല്ല. നമ്മൾ പാത്തി വന്ന ഫുള്ള് വാക്കിതിലുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ശരിക്കും ചെക്ക് ചെയ്യുക. അൽ മുളാഫു റസൂലുള്ളാഹി ഇതുണ്ട് അല്ലേ? അള്ളാഹി ചോക്കു അല്ലേ? റസൂലുള്ളാഹി. പിന്നെ അടുത്ത് നേരെ പോട്ടെ, മുന്നോട്ട് ഖാത്തിമുൽ അംബിയായി, ഖാത്തിമു മുളാഫ് അല്ലേ? അടുത്ത് മുഅ്ജിസത്തുൻ നബി, അടുത്തടുത്താണ് വരിക. മുളാഫ് മുളാഫിലെയും തൊട്ടടുത്തായിട്ടാണ് വരിക കേട്ടോ. ഇതിൽ ഇൻ്റെ ഉട എന്നുള്ള അർത്ഥമാണ് കിട്ടുക. നബി തങ്ങളുടെ മുഅ്ജിസത്ത്, അള്ളാഹുവിൻ്റെ ദൂതർ അല്ലേ? അവസാനത്തെ പ്രവാചകർ, പിന്നെ തൗഹീദിൻ്റെ വചനം അല്ലേ? കലിമത്ത് തൗഹീദ്. സബീലുൽ ഹിദായ, ഹിദായത്തിൻ്റെ വഴി, സബീൽ ത്വരീഖ് അല്ലേ? വഴി. നൂറുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ വെളിച്ചം, വിശ്വാസത്തിൻ്റെ വെളിച്ചം, പ്രകാശം അല്ലേ? നൂറ് പ്രകാശം, നൂറുൽ ഈമാനി. ഇനി അടുത്താണ് നോക്കുക. നഖ്താറു മുളാഫൻ മുനാസിബം മിനൻ നസ്സി വനുക്കമ്മിനു ബിഹി അൽ ഫറാഗ്. കിതാബിൽ നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുക? അനുയോജ്യമായത് കൊണ്ട് പൂരിപ്പിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. നബിയുന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ഉള്ളത്? റസൂലുള്ളാഹി എന്നാ പാഠത്തിലുള്ളത് അല്ലേ? അവിടെ റസൂല് എഴുതണം, അവിടെ പെൻസിലുണ്ട്, അത് എഴുതിക്കുക. റസൂല് എഴുതിക്കുക, റസൂലു റസൂലുള്ളാഹി. അടുത്ത് അഖ്റജഹും മിൻ മിൻ ത്വരീഖിൻ വല. അപ്പോൾ ത്വരീഖ് എഴുതണം, ത്വ ആണ്. ത്വരീഖ് ത്വരീഖിൻ വലതി ഇലാ സബീലിൽ ഹിദായത്തി, സബീലി ഇലാ സബീലിൽ ഹിദായത്തി അല്ലേ? അപ്പോൾ സബീലി മുല്ലാഫ് അല്ല, ഹിദായത്തി മുല്ലാഫിനില്ലേ അല്ലേ? അടുത്തത് നളഉ ഖത്തൻ തഹ്തൽ മുലാഫി വദാഇറത്തൻ ഹൗലൽ മുലാഫിനിലൈഹി, മുലാഫിലൈഹി, മുലാഫിനിലേക്ക് എന്ത് ചെയ്യണം? റൗണ്ട്, ദായിറ. മുലാഫിന് എന്ത് ചെയ്യണം? അടിയിൽ വരക്കും വേണം. ഒന്നാമത്തെ ഉദാഹരണം ഹഖീബത്തുൽ ഉസ്താദി അല ത്വാവിലത്തി. അതിൽ ജാറ് മജ്റൂർ നേരത്തെ പഠിച്ചാണ് അല്ലേ? ഇതിന് മുന്നത്തെ നാലാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഹഖീബത്തുൽ ഉസ്താദി, അത് ഏതാണ്? മുലാഫ് ഏതാണ്? ഹഖീബത്ത്. മുലാഫിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഖത്ത് കൊടുക്കുക, വര കൊടുക്കുക. അൽ ഉസ്താദിന് എന്ത് ചെയ്യണം? ദായിറ. ഓക്കെ. അടുത്ത രണ്ടാമത്തേത്
ബന്തലൂനു താലിബി ജദീദുൻ, വിദ്യാർത്ഥിയുടെ പാൻറ് പുതിയതാണ്. അപ്പോൾ മുലാഫ് ഏതാണ്? മുലാഫിനെ വരക്കണം. വേമേ ചെയ്യാം. ബന്തലൂന് മുലാഫ്, മുലാഫിനിലേഹി അത്വാലിബി. ഓക്കെ. അടുത്തത് 3. സാഹിലുൽ ബഹരി നദീഫുൻ, കടൽ തീരം വൃത്തിയുള്ളത്. കടലിൻ്റെ തീരം സമുദ്രതീരം വൃത്തിയുള്ളതാണ്. അപ്പോൾ ഏതാണ് മുലാഫ്? ഏതാണ്? സാഹിൽ. ഓക്കെ. അടുത്തത് നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. നസീഹത്തുൽ മുഅല്ലിമി നാഫിയത്തുൻ, മുഅല്ലിമിൻ്റെ നസീഹത്ത് നാഫിയത്താണ്. നസീഹത്ത് നാഫിയത്താണ് അല്ലേ? നസീഹത്ത് നസീഹത്ത് സതുപദേശം അല്ലേ? നല്ലത് പറഞ്ഞു കൊടുക്കാൻ, ഇറാദത്തിൽ ഖൈറിൽ കാര്യം അല്ലേ? മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കല നസീഹത്ത് എന്ന് പറയാം അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? സതുപദേശം ഫലപ്രദമാവും. നാഫിയത്ത് എന്ന് പറഞ്ഞാൽ മുഫീദത്തുൻ താഴെ വരുന്നുണ്ട്. നാഫിയത്തുൻ എന്ന് പറഞ്ഞാൽ നാഫിയുൻ അല്ലേ? നാഫിയുൻ നാഫിയാൻ നാഫിയുൻ നാഫിയത്തുൻ, ഉപകാരപ്രദമാണ് അല്ലേ? അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് അറബി മലയാളത്തിൽ. അടുത്തത് അതെന്നാ എഴുതുക? പിന്നെ ഇതാണ്. ഓക്കെ. കലാമുൽ കിബാരി കയ്യിമുൻ, മുതിർന്നവരുടെ സംസാരം അമൂല്യമാണ് അല്ലേ? നമ്മൾക്ക് നേരെ ചൊവ്വേ സഞ്ചരിക്കാൻ ഫലപ്രദമാണ്, ഉപകാരപ്രദമാണ്. ആരുടെ വാക്കുകൾ? മുതിർന്നവരുടെ വാക്കുകൾ. കിബാർ, കബീറിൻ്റെ എമ്മാണ് കിബാർ കേട്ടോ. ഓക്കെ. 3. ഖിറാഅത്തുൽ കിതാബി മുഫീദത്തുൻ, ഗ്രന്ഥപാരായണം, പുസ്തകപാരായണം എന്താണ്? മുഫീദത്തുൻ, ഫലപ്രദമാണ്, ഉപകാരപ്രദമാണ്, അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും അല്ലേ? അടുത്ത 5. നുലാഹിൽ മുഫ്രദ വൽ ജമ്മ, മുഫ്രദും ജമ്മും, ഏകവചനവും ബഹുവചനവും ആണ്. നബിയുൻ മുഫ്രദാണ്, അംബിയ എന്താണ്? ജമ്മ്. റസൂൽ എന്താണ്? 2 റസൂൽ എന്താണ്? ഏകവചനാണ്, മുഫ്രദ് അല്ലേ? റുസുലുൻ ബഹുവചനം, ജമ്മ്. റസൂലുൻ ജമ്മ്, റുസുലുൻ. ത്വരീഖുൻ ജമ്മ്, തുറുക്കുൻ വഴി, വഴികൾ. ഓക്കെ. അടുത്ത് ഖുലുഖുൻ ജമ്മ്, അഖ്ലാഖുൻ സ്വഭാവം, സ്വഭാവങ്ങൾ അല്ലേ? അടുത്ത് നൂറുൻ പ്രകാശം, അൻവാറുൻ പ്രകാശങ്ങൾ. ഗുൽമത്തുൻ ഇരുൾ, ജമ്മ് ഗുരുമാത്തുൻ ഇരുളുകൾ. ഓക്കെ. ഇനി അടുത്തത് നീ ഒറ്റയ്ക്ക് പറയണം കേട്ടോ. അടുത്തത് ഉസ്താദ് കൂടൂല, കുട്ടി ഒറ്റയ്ക്ക് എല്ലാ ഉത്തരം പറയണം ഇൻഷാ അല്ലാഹ്.